ഈരാറ്റുപേട്ടയിൽ ഭീകരവാദ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവെന്ന റിപ്പോർട്ട് തിരുത്തി പോലീസ്. റിപ്പോർട്ട് തിരുത്തിയതിനാൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിൽ പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. റിപ്പോർട്ട് തിരുത്തിച്ചതിന് പിന്നിൽ CPM ആണെന്നും നടപടി ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും BJP പ്രതികരിച്ചു. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷന്റെ സമീപത്തുള്ള ഭൂമിയിൽ റവന്യൂ ടവർ നിർമ്മിക്കുന്നതിനെതിരെ കോട്ടയം ജില്ലാ പോലീസ് മേധാവി 2022 ഡിസംബറിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഈരാറ്റുപേട്ട പ്രദേശത്തെ ഭീകരവാദ പ്രശ്നങ്ങളെ പരാമർശിച്ചിരുന്നത്. ഈ പ്രദേശത്ത് മതപരമായ പ്രശ്നങ്ങൾ, തീവ്രവാദ പ്രശ്നങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിവ നിലനിൽക്കുന്നുണ്ട് എന്നായിരുന്നു പോലീസ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. അതിനാൽ പ്രസ്തുത ഭൂമി ഭീകരവാദ വിരുദ്ധ പോലീസ് പരിശീലന കേന്ദ്രം എന്നിവ നിർമ്മിക്കുന്നതിനുൾപ്പെടെ ഉപയോഗിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ ഈ പരാമർശങ്ങൾ ഈരാറ്റുപേട്ടയെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയവർ രംഗത്തെത്തുകയും ഇടതു വലതു മുന്നണികൾ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് മാസങ്ങൾക്കകം പോലീസ് റിപ്പോർട്ട് തിരുത്തിയതായും ഭൂമി ഏറ്റെടുക്കാൻ തടസ്സങ്ങളില്ലെന്നും മന്ത്രി VN വാസവൻ അറിയിച്ചിരിക്കുന്നത്. അന്നേരം നേരത്തെ ഏതെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണോ എന്താ അന്ന് എഴുതിയ ഓഫീസർമാരായില്ല. ഇന്നിപ്പോൾ പുതിയ ഓഫീസർമാരാണ് ഉള്ളത്. ഇന്നിപ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ച് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്നൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. പണ്ട് റിപ്പോർട്ട് എഴുതിയ ഓഫീസർമാർ ഇത്രയും നാളുകൾക്ക് മുമ്പ് എഴുതുക ഇക്കാര്യം വിഷയവെച്ചിട്ടായിരിക്കും എഴുതിയത്. ഏതായിരുന്നാലും ഇപ്പം നിലവിൽ ഇല്ല എന്നുള്ള രൂപത്തിൽ തന്നെ ഇപ്പോൾ SP റിപ്പോർട്ട് കൊടുത്തു. കൊടുത്തിരുന്ന പഴയ റിപ്പോർട്ടിനകത്ത് പരാമർശം നീക്കപ്പെട്ടു. ദേശരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ പരാമർശിച്ചുള്ള പോലീസ് റിപ്പോർട്ട് തിരുത്തിയതിനു പിന്നിൽ CPMന്റെ ഇടപെടലാണെന്നും ഇത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും BJP വിമർശിച്ചു. രാജ്യരക്ഷയെ പോലും ബാധിക്കുന്ന, മനുഷ്യന്റെ ജീവനെ പോലും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടാൻ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് സാധിക്കില്ലെന്നിരിക്കെ ഈ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്നത് അക്ഷന്തികമായ തെറ്റാണ്. ഇത് തിരുത്തപ്പെടേണ്ടി വരും. ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ഓരോ കാര്യത്തിനും ഇന്ന് ചെയ്യുന്ന ഇവിടുത്തെ ഇടതു വലതുപക്ഷ നേതാക്കന്മാര് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുൻകാലത്തും സമീപകാലത്തും വിവിധ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു SPയുടെ റിപ്പോർട്ട്. ഈരാറ്റുപേട്ടയിലെ വോട്ട് ബാങ്കുകളെ സംതൃപ്തിപ്പെടുത്താനാണ് CPMന്റെ ഈ കടും കൈയെന്നാണ് BJPയുടെ വിമർശനം. ജനം, കോട്ടയം.